നമ്മുടെ പുതിയ തൊടിയിലെ ആദ്യത്തെ തണ്ണീർ വെറ്റല കുഞ്ഞന്നമ്മയ്ക്കുള്ളതാ. ദാ അമ്മച്ചി, ലില്ലിക്കുട്ടി എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ ഉണ്ടല്ലോ ലിസമ്മ, നമ്മളെ മുഴുവൻ ഒറ്റുന്നവള്. അവിടെ ഫോണിലേക്ക് ലില്ലിക്കുട്ടിയുടെ വിളി വന്നു. ലില്ലി ഇപ്പൊ എവിടെയാടി ഉള്ളത്? എനിക്കറിയത്തില്ല. എനിക്കറിയാം അമ്മച്ചി. അവളിപ്പോ ആലപ്പുഴയിൽ ഉല്ലസിച്ച് നടക്കുക ഒരു പട്ടരുവത്ത്. പഴഞ്ഞി വിളിച്ചോണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ആലപ്പുഴ എവിടെയാണെന്ന് അറിയാവോടാ സേവിച്ച? അവിടെ എവിടെയായാലും എന്താ, ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും പൊക്കിയിരിക്കും രണ്ടിനെയും വേണ്ട, അവളെ മാത്രം. ആ പട്ടണ രാജറൂർ മനയ്ക്ക് 16 ദിവസം പൊലയായിരിക്കണം. നീ തോമാച്ചനെ വിളിച്ചു. പന്നി ഫാമിന്ന് ആവശ്യത്തിന് അറിവ് കയറി. കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? കൂടുതലൊന്നും ആലോചിക്കാനില്ല ശാരദ. മനക്കലെ നിയമം തെറ്റിച്ചാണ് സുബ്രഹ്മണ്യൻ നടന്നതെങ്കില് പുറത്തിറക്കി പടിയടക്കിയ അതിനപ്പുറം മറ്റൊരു ശിക്ഷ ഇല്ല. ശ്രീനിവാസൻ എന്തേലും എതിർപ്പുണ്ടോ? അവനെ പിരിയാൻ എന്റെ മനസ്സ് സമ്മതിക്കണില്ല. പക്ഷെ കുടുംബത്തിന് നാശം വരുത്തിയാൽ എന്ത് ചെയ്യും? ഏട്ടൻ യഥാവിധി കാര്യങ്ങൾ തീരുമാനിച്ചോളൂ. എനിക്ക് ചെറിയൊരു സംശയം. ഏട്ടനെ പടി അടച്ച് ഇറക്കി വിട്ടാ പിന്നെ വല്യച്ഛന്റെ ദീക്ഷ ആര് സ്വീകരിക്കും? അതൊരു പ്രശ്നമാണ്. മറ്റാരെങ്കിലും പകരം ദീക്ഷ സ്വീകരിച്ചാൽ മതിയോ? സ്വാമിയായാലോ? ഞാനോ? എന്തോ സീതയല്ലേ വിളിക്കുന്നത്? എന്താ? ലില്ലിക്കുട്ടി എന്നാ പേര്. അവന്റെ പേര് സുബ്രഹ്മണ്യൻ. ഇനിയിപ്പൊ പേര് മാറിയെങ്ങാനാണോ അവർ റൂം എടുത്തിരിക്കുന്നേ? ആ, എന്തായാലും ID പ്രൂഫ് മേടിക്കുമല്ലോ. ആലപ്പുഴ തന്നെയാ. ആ റിസോർട്ടുകളുടെ ഏരിയ മുഴുവനും ഒന്ന് തപ്പിയേരെ. ആ, ഓക്കെ. മോളിയെടുത്ത് എന്തി മുറിയിൽ എന്തോ തെരയുക. പഴയൊരു ഡയറി ഉണ്ടായിരുന്നത് തപ്പിയെടുക്കാൻ പറഞ്ഞേക്കുവാ. അതിലാ തമ്മന ഷാഫിയുടെ നമ്പർ എഴുതി വെച്ചാണ്. നിനക്ക് വല്ലതും കിട്ടിയോ? ഈ ക്രിമിനൽസിന്റെ ഒക്കെ നമ്പറേ ഫോണിൽ സേവ് ചെയ്യാൻ പേടിച്ചിട്ടാ എഴുതിയിരുന്നത്. സമയത്ത് ഒരാവശ്യത്തിന് നോക്കിയാ ഒരുത്തന്റെ നമ്പർ കിട്ടത്തില്ല. തമ്മന ഷാഫിനെ കിട്ടിയ അവൻ മതി. 8ന്റെ പണി കൊടുത്ത് എച്ചിലാക്കിട്ട് അവനിങ്ങ് വന്നോളും. അവൾ ആലപ്പുഴയിൽ എവിടെയുണ്ടെന്ന് അറിഞ്ഞോ സേവിച്ചായ? ആലപ്പുഴയല്ലേ, അന്റാർട്ടിക്കൊന്നും അല്ലല്ലോ. മണിക്കൂറുകൾക്കകം പൊക്കിയിരിക്കും രണ്ടിനെ. രണ്ടിനെ എന്തിനാ? ലില്ലിക്കുട്ടിയെ മാത്രം പോരായോ നമുക്ക്? സുബ്രു എവിടെ പോന്നെന്ന് നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നേ? എന്തോ മോൾ എന്നതാ ഉദ്ദേശിച്ചേ? തല്ലിനും വഴക്കിനും ഒന്നും പോണ്ട സേവിച്ചായ, വിട്ടേക്ക്. ലില്ലിക്കുട്ടിയെ നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോരാം. അത് പോരായോ? ലിസാമോട് ചായ ഇടാനല്ലേ പറഞ്ഞോളൂ. അഭിപ്രായം വല്ലതും ചോദിച്ചായിരുന്നോ? കെട്ടിയോളാന്ന് കരുതി നീ ഇവളുടെ അഭിപ്രായം ചോദിച്ചായിരുന്നോ? പൊയ്ക്കോണ എന്റെ മുമ്പിന്ന്. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. നീ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. അഭിപ്രായം പറയാനേ അടുക്കളയ്ക്ക് വെളിയിലോട്ട് കണ്ടേക്കരുത്. പൊയ്ക്കോ.
ആലപ്പുഴയിൽ ആരെയെന്ന് വെച്ചാ നീ വിളി. അവിടെയുള്ള ഹൗസ് ബോട്ടും റിസോർട്ടും ഒക്കെ തപ്പ്. നമുക്ക് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാലോ ലില്ലി? രക്ഷപ്പെടാം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, തൂവാനും തുമ്പികളായിട്ട്. ഉദകപോളകളായിട്ട്. അതെന്നതാ? ആ, ഉദകപോളകളുടെ ഒരു ചെറിയ കണ്ടന്റാണ് പത്മരാജൻ പിന്നീട് തൂവാനത്തുമ്പികളാക്കിയത്. വലിയ എഞ്ചിനീയർ ആയിട്ട് കാര്യമില്ല, വായനാശീലം വേണം. ഞാൻ വായിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ വായിക്കുന്നതേ ഈ കണ്ണുകളിൽ നോക്കിയ, ഈ ചുണ്ടത്ത് നോക്കിയ, ഈ കവിളത്ത് നോക്കിയ. എനിക്ക് അത്രേ അറിയുള്ളൂ. പത്മരാജനോടും ബഷീറിനോടും പോയി പണി നോക്കാൻ പറ. അങ്ങനെ മാറ്റി നിർത്താവുന്ന സാഹിത്യമല്ല അതൊന്നും. പ്രണയം പൂവിട്ടത് തന്നെ അനുരാഗത്തിന്റെ ദിനങ്ങളിലും മഞ്ഞുകാലം നോറ്റ കുതിരയിലുമാണ്. പിന്നെ ബഷീറിന്റെ തന്നെ പ്രശസ്തമായൊരു കഥയുണ്ട്. എന്നതാ? ഒരു ഭഗവത്ഗീതയും കുറേ പറ എന്റെ സുബ്രു. അത് ഞാൻ കുറേ കുഴപ്പമായല്ലോ. ഞാൻ ഈ ഡയറി ഒന്ന് കൊടുക്കട്ടെ. എടുത്തി ഇതിന് കൂട്ടു നിൽക്കരുത്. ഏതിന്? ലില്ലിക്കുട്ടിയും സുബ്രുവും ചെയ്തത് തെറ്റ് തന്നെ. സുബ്രുവോ? ചെല്ലപ്പേരൊക്കെ ഇട്ട് വിളിച്ചു തുടങ്ങിയല്ലേ? പറയുന്നതൊന്ന് കേക്ക്. തല്ലിനും വഴക്കിനും ഒന്നും പോണ്ടാന്ന് തോമാച്ചായനോടൊന്നും പറ. നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തെ ഈ കാര്യങ്ങൾ ഇത്ര വഷളാക്കിയത്. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അവളുടെ ഒരു സുബ്രു. അമ്മച്ചി, അമ്മച്ചി വാ, ഭക്ഷണം കഴിക്ക. എനിക്ക് വേണ്ട. അമ്മച്ചി എന്നതിനാ ഭക്ഷണം കഴിക്കാതിരിക്കണേ? ഒന്നാമത് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാ. തല ഇറങ്ങി വല്ലയിടത്തും വീഴും. അമ്മച്ചിന് തന്നെ എനിക്ക് മനസ്സിലാവും. ലില്ലിക്കുട്ടി ഈ വീട്ടിൽ തിരിച്ചെത്താതെ അമ്മച്ചിക്ക് അന്നം ഇറങ്ങുകയല്ല അല്ലേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? ആരെയും നോക്കിയ തോമച്ചേ? ലില്ലിക്കുട്ടി ഫ്രാങ്കോ ആയിരിക്കും. അവനും നല്ല വിവരവും കിട്ടിയിട്ടുണ്ടാവും. എന്താടാ ഫ്രാങ്കോ? ആണോ? ഏത് റിസോർട്ടാ? ശരി, അവരെങ്ങോട്ടാ പോണെന്ന് ശ്രദ്ധിച്ചോ. ഞാനങ്ങ് എത്തിക്കോളാം. ലില്ലിക്കുട്ടി ആലപ്പുഴ തന്നെ ഉണ്ട്. എവിടാന്നറിഞ്ഞോ? ഇപ്പോ ഒരു ഹൗസ് ബോട്ടിലുണ്ട്. അവളും അവനും ഉണ്ട്. തോമാച്ച, ഇനി സമയം കളയണ്ട. ഉടനെ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ നോക്ക്. ഇപ്പൊ തന്നെ ഞാൻ പോകാൻ പോവാ. ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അവളെ മാത്രമാ. അവളെ മാത്രം. അവനെ വേണ്ട. കേട്ടല്ലോ? അതങ്ങനെ തന്നെ ചെയ്യും. എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. നീ ഇവിടെ വേണം. തോമച്ച മാത്രം ആലപ്പുഴയ്ക്ക് പോയാൽ മതി. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. You are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ. ആരെയാ നീ വിളിച്ചത്? അത് എന്റെ ഫ്രണ്ട് ഹരിപ്രിയ. കള്ളത്തരം പറയരുത്. ചതിയെ നീ കാണിക്കുന്നത്. ചേട്ടത്തി, അവരെ ഉപദ്രവിക്കാതെ. ഒന്നും പറയണ്ട നീ. തൽക്കാലം ഇത് ഞാനേ അറിഞ്ഞിട്ടുള്ളൂ. അമ്മച്ചിയുടെ ചെവിയിലങ്ങ എത്തിയ ആ നിമിഷം നീ വീടിന് പുറത്താ. വെച്ചോ.
മൊബൈലിൽ കളിക്കാ? വീട്ടിൽ നിന്ന് ആരേലും മെസ്സേജ് വല്ലത് ഇട്ടോന്ന് നോക്കായിരുന്നു. എന്റെ സുബ്രു, അതൊന്ന് ഓഫ് ആക്കി വെക്ക്. സന്തോഷിക്കാനായിട്ട് ബോട്ടിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. സന്തോഷിക്കണമെന്ന് മനസ്സിനോട് തോന്നണ്ടേ? മനസ്സിനെ തോന്നിപ്പിക്കാൻ ഒരു വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? അയ്യോ കള്ളല്ല, തെങ്ങിൻ കള്ള. ഇത് എവിടുന്നാ? സ്രാങ്കിനെ സോപ്പിട്ടു. ബോട്ടിലുണ്ടായിരുന്ന സാധനം. കുടിക്കും, മനസ്സ് ശാന്താവട്ടെ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. അയ്യോ, ഇത് വെറും തെങ്ങിൻ കള്ളല്ലേ സുബ്രു, വീട്ടിൽ അപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ഐറ്റമാ. എന്തായാലും ലഹരിയാ, കുടിക്കണ്ട. ഞാൻ കുടിക്കും. കുടിക്കണ്ട. ഞാൻ കുടിക്കും കുടിക്കും കുടിക്കും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കുടിക്കും സുബ്രു. ലില്ലി കുടിക്കണ്ട, വേണ്ട. വേണോ? ലില്ലി കുടിക്കണ്ട. തോമാച്ചായ സൂക്ഷിക്കണം, അവനെങ്ങാനും തട്ടിപ്പോയാലേ സംഗതി തിരിഞ്ഞു കൊത്തും. ചാവുങ്ങി അങ്ങ് ചാവട. കൊച്ചുകളത്തറയിലെ പെണ്ണിനെ കണ്ട് ഊരിയുറ്റാൻ പോയവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ തോമാച്ച എടുത്തു ചാടല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ആ ജോസഫ് വക്കീലിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞത്. ചിലപ്പോ ഒരു മുൻകൂർ ജാമ്യം വേണ്ടി വരുമെന്ന്. സുബ്രു, ഇത് സുബ്രുവിന്. ഇതേ എന്റെ സുബ്രുവിനുള്ളതാ. എനിക്ക് വേണ്ട. വേണ്ട വേണ്ട. ഓക്കേ. ലില്ലി, ഇങ്ങനെ ഒറ്റ വലിക്ക് വേണം കള്ളു കുടിക്കാൻ. നല്ല ഒന്നാന്തരം മീശ വെച്ച് കള്ള് അരിച്ചു കുടിക്കുന്ന കാരണവന്മാരുള്ള കുടുംബത്തിൽ പറഞ്ഞ ഒരു അച്ചായത്തിയാ ഞാൻ. ആ സ്വഭാവ ഗുണം കാണിക്കുന്നത് തെറ്റല്ല. ഇതെങ്ങനെയാ കുടിക്കണേ? കയ്പല്ലേ? മുന്തിരിക്കള്ളിന് കയ്പോ? ആശാൻ കള്ളുമായിട്ടാണ് നടക്കുന്നേ. ഇത് നിനക്ക് തരാനാ? എന്നെ അമ്മച്ചിയോ, എനിക്ക് കള്ളൊന്നും വേണ്ടേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മുന്തിരിക്കല്ലിന് കയ്പാണല്ലേ? കല്ലിന്റെ കയ്പ് നീയും കൂടെ നിറയും. ഇതും കുടിക്കാൻ പോകണോ? മുന്തിരിക്കള്ളിന് കയ്പാ? ലില്ലി, പറ സുബ്രു, ലില്ലി, മുന്തിരിക്കള്ളിന് കയ്പാണോ? എനിക്കറിയില്ല. മുന്തിരിക്കള്ളിന് കയ്പാണോ? എനിക്കറിയില്ല. പറ സുബ്രു. ഇന്ന് സുബ്രുവിനെ ഞാൻ കള്ളു കുടിപ്പിക്കും. വേണ്ട ലില്ലി. അയ്യോ വേണം, ഞാൻ എനിക്ക് വേണ്ട. കുടിപ്പിക്കും. ഇച്ചിരി കുടിച്ചോ, ഇച്ചിരി. വേണ്ട. ഓ, എന്റെ തക്കുടി വേവല്ലേ. ലില്ലി. അയ്യോ കളയില്ലോ, അമൃതമാണ്. കുടിച്ചു ലില്ലി. അയ്യോ ഉപ്പല്ല സുബ്രു. എങ്ങനെയുണ്ട്? കയ്പാണോ? അയ്യോ സുബ്രനെയും കുടിക്കും കുടിക്കും. ഇല്ലെങ്കിൽ നോക്കിക്കോ. അയ്യോ സുബ്രുന്റെ മുണ്ട. എന്തിനാ ലില്ലി അത്? മുണ്ട് മുണ്ട്. ഓ എന്തൊരു നീളം ഇത് കൊടുക്കുന്ന. ഇങ്ങനെ എന്റെ അറ്റോടെ പോയി അറ്റം കാണുന്നില്ലെന്ന്. അയ്യോ
അതെ. അയ്യോ സുബ്രു, എല്ലാത്തിനും ഒരു മഞ്ഞ നിറം. ഇതിന്റെ അറ്റം കിട്ടി. എന്റെ സുബ്രു, വേണ്ട സുബ്രു ലില്ലി. ഇവിടെ എന്നെ ഇറക്കി വിടുന്നു. ലില്ലി, അയ്യോ, അതെ സുബ്രു, മുന്തിരിക്കള്ളിന് കയ്പാണോ മധുരമാണോ? എന്താ ലില്ലി ഇത്? പറ സുബ്രു. സുബ്രു ഇനിയും കള്ളു കുടിക്കും, ഞാൻ കുടിപ്പിക്കും. വേണ്ട ലില്ലി, ഇങ്ങ തന്നെ. വേണം സുബ്രു, വേണം. ജാഫറേ, ഞാനായിരിക്കില്ല, ഇച്ചേന തോമാച്ചേന ആലപ്പുഴയ്ക്ക് പോകുന്നേ. ഞാൻ വീട്ടിൽ നിന്നേ പറ്റൂ. വീട്ടിൽ ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ എത്ര പേര് കാണും? മതി, 3-4 പേര് മതി. എവിടാന്ന് പറഞ്ഞാ മതി, തോമാച്ചായം പിക്ക് ചെയ്തോളൂ. എന്തു വേണമെങ്കിലും അയക്കോ, ചാകാതെ നോക്കിയാ മതി. അവസാനം നമുക്ക് തലവേദനയാവരുത്. എന്നതാടി? തോമാച്ചായന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഇച്ചായനെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ സുബ്രഹ്മണ്യ ഒരു പാവാ, ഉപദ്രവിക്കരുത്, വിട്ടേക്ക് പാവത്തിനെ. നീ ഒന്ന് പോയേ. ഇച്ചായ ദേ, ഈ തടിയും വെച്ചോണ്ടേ അവരുടെ ഇടയിലേക്ക് ഒന്നും ചെന്ന് കേറിയേക്കല്ലേ. ഞാൻ കൈവച്ച അവൻ ചത്തു നിനക്ക് പേടിയുണ്ടോ? ഓ, മറിഞ്ഞു വീണാലേ ഒന്ന് പിടിച്ചെണീപ്പിക്കാൻ പോലും ആരെ കൊണ്ടും പറ്റൂല. അതാ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ കേസും വഴക്കൊന്നും ഉണ്ടാക്കി വെച്ചേക്കല്ലേ. ആ സേവ്യച്ചിന് വിട്ടാ മതിയെന്നേ. എന്തേലും പ്രശ്നം ഉണ്ടായി അവന്റെ മണ്ടിയിലിരുന്നേ. ആ, എന്തായി? ഞാൻ സേവ്യച്ചന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇവള് പറയാ അല്ല, നിന്നെ ആലപ്പുഴയ്ക്ക് വിടാഞ്ഞ് നന്നായെന്ന് പറയുമായിരുന്നു. അടിയും വഴക്കൊക്കെ ഉണ്ടാവുന്ന സ്ഥലമല്ലേ, അതിലൊന്നും നീ ചെന്ന് പെടണ്ട, അല്ലേ ലിസമ്മേ? സേവിച്ചായനെന്നല്ല, തോമാച്ചായനായാലും അടിക്കേസിലൊക്കെ പ്രതിയാവുകയെന്ന് വെച്ചാ നല്ലതാണോ മോളിയേച്ചി? അത് ശരിയാ. നമ്മുടെ കൊച്ചിനൊന്നും സംഭവിക്കരുത്, കേടുപാടില്ലാതെ തിരിച്ചുകൊണ്ട് വരണം. അതെ. അതിനെന്തിനാ സുബ്രഹ്മണ്യനെ ഉപദ്രവിക്കുന്നേ? അതും ശരിയാ. തല്ലി കയ്യങ്ങാലും ഓടിക്കണവനെ, എന്റെ വക്കച്ചനെ ദ്രോഹിച്ചവനവൻ. വെറുതെ വിടരുത്. ദേ, അവൻ ഇനി 2 കാലം എഴുന്നേറ്റ് നടക്കരുത്. തോമച്ചായ, ഈ ചായൻ തന്നെ പോണം ആലപ്പുഴയ്ക്ക്. ആഹാ, അവളുടെ സുബ്രഹ്മണ്യൻ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരായോ? ഇനിയിപ്പോ എന്താ ആലോചിക്കാൻ? മാതാവേ, അമ്മച്ചി എന്താ ആലോചിക്കുന്നത്? വരുന്ന പള്ളിപ്പെരുന്നാളിന് എന്റെ വക ഒരു സമൂഹ സദ്യ നടത്തിയാലോ നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക. എന്താ? അമ്മച്ചിക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലല്ലേ? മാറി. അയ്യോ, എനിക്കിപ്പോ നിന്നോട് ആരാധനയാ. ഒരു ചില്ലുകൂട് പണിത് ഗീവറീസ് പുണ്യാളിന്റെ തൊട്ടടുത്ത് നിർത്തിയാലെന്നൊരു മോഹമുണ്ട്. അത്രക്ക് വിശുദ്ധിയല്ലയോ നീ? ലില്ലിക്കുട്ടിയുടെ സ്വഭാവം അമ്മച്ചിക്ക് അറിയാവുന്നതല്ലേ. വഴിയിൽ വണ്ടി നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും? നിമിഷം നീ എന്നെ അറിയിക്കണമായിരുന്നു. കണ്ണിക്കണ്ണത് കറങ്ങാൻ പോകുന്ന നേരത്തെ എന്നെ അറിയിക്കണമായിരുന്നു. എവിടെ നിൽക്കുന്നു അവിടെ തടഞ്ഞ് അവളെ ഇവിടെ കൊണ്ടുവരാനുള്ള കഴിവ് ഈ മറികുട്ടിക്കൊണ്ട്.
സേവിച്ചാനും തോമാച്ചാനും അത് തന്നെ ആലോചിക്കുന്നേ. ലില്ലിക്കുട്ടിയെ കൊണ്ടുവരികയും ചെയ്യും. അവന്മാരത് ചെയ്യും. എന്റെ മക്കളാ അവന്മാര്. ആയിക്കോട്ടെ അമ്മച്ചി, ലില്ലിക്കുട്ടിയെ കൊണ്ടുവരിക തന്നെ വേണം. പക്ഷെ സംഗതി കൂടുതൽ വഷളാവാതെ നോക്കണമെന്നാ ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ എന്നാ വഷളാവാനാ? നാട്ടിലിറങ്ങാൻ പറ്റാതായി. അമ്മച്ചി, ഇത് വിഷയം വേറെയാ. ചെറുക്കം പട്ടര. അവനെ ഉപദ്രവിച്ച കളി മാറും. പിന്നെ കേസാവും, വഴക്കാവും. മതക്കാരും സഭക്കാരും ഒക്കെ അത് ഏറ്റെടുക്കും. ഇത് പുലിവാലാകുമെന്നാ എനിക്ക് തോന്നുന്നത്. ലില്ലിക്കുട്ടിയും കൂടി അവന്റെ പക്ഷത്ത് നിന്നാ കുടുങ്ങുന്നത് നമ്മൾ തന്നെയായിരിക്കും അമ്മച്ചി. പിന്നെ നീ എന്ത് വേണമെന്നാ പറയുന്നേ? ഉപദ്രവിച്ച സുബ്രഹ്മണ്യൻ കേസ് കൊടുക്കുന്നുള്ളത് ഉറപ്പാ. അത് വേണ്ട. ഇച്ചായമാരോട് അമ്മച്ചി തന്നെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ ചലിക്കില്ല അമ്മാരപ്പുറം. പറഞ്ഞേക്കാം, കേസ് കൊടുക്കാനും മൊഴി കൊടുക്കാനും അവനുണ്ടാവരുതെന്ന്. കൊന്നു കളഞ്ഞേക്കാൻ പറയാം.